എല്ലാവർക്കും PSC കരിയേഴ്സിലേക്ക് സ്വാഗതം. ശ്രീനാരായണ ഗുരു മുൻവർഷങ്ങൾ ആവർത്തിക്കുന്ന പ്രസ്താവന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് ആര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഏത്? 1888. ശിവപ്രതിഷ്ഠ നടത്തിയത് 1888. SNDP യോഗം സ്ഥാപിതമായ വർഷം ഏത്? 1903. SNDP യോഗം സ്ഥാപിതമായത് 1903. ശ്രീനാരായണ ഗുരുവിന്റെ ജനന സ്ഥലം ഏത്? ചെമ്പഴന്തി. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. SNDP യോഗം 1903 സ്ഥാപിതമായി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം അയ്യങ്കാളിയുടേതാണ്. മുകളിലെ പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ്? 1, 2 മാത്രം. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. SNDP യോഗം 1903 സ്ഥാപിക്കപ്പെട്ടു എന്നത് രണ്ടുമാണ് ശരി. ശ്രീനാരായണ ഗുരുവിന്റെ ജനനം ചെമ്പഴന്തിയിലാണ്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം ശിവഗിരിയിലാണ്. അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകി. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഉത്തരം 1, 2 മാത്രം. ശ്രീനാരായണ ഗുരുവിന്റെ ജനനം ചെമ്പഴന്തിയിലാണ്. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം ശിവഗിരിയിലാണ്. ശ്രീനാരായണ ഗുരു സാമൂഹിക സമത്വത്തിനായി പ്രവർത്തിച്ചു. SNDP യോഗത്തിന്റെ പൂർണ്ണരൂപം ശ്രീനാരായണ ധർമ്മ പരിഷ്കരണ യോഗം എന്നാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ 1888 നടന്നു. ഇതിൽ ശരിയായത് ഏത്? ഉത്തരം 1, 3 മാത്രം ശരി. ശ്രീനാരായണ ഗുരു സാമൂഹിക സമത്വത്തിനായി പ്രവർത്തിച്ചു. SNDPയുടെ പൂർണ്ണരൂപം ശ്രീനാരായണ ധർമ്മ പരിഷ്കരണ യോഗം എന്നല്ല. SNDPയുടെ പൂർണ്ണ രൂപം ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ 1888 നടന്നത്. 1888 ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന വചനം അരുവിപ്പുറം ക്ഷേത്ര ഭിത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപനിഷത്തുകളുടെ സാരം സംഗ്രഹിച്ച് ഗുരു രചിച്ച കൃതിയാണ് ദർശനമാല. ഗുരു ചട്ടമ്പി സ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് നവമഞ്ജരി. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഇവയെല്ലാം ശരിയാണ്. 1888 ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും എന്ന വചനം അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉപനിഷത്തുക്കളുടെ സാരം സംഗ്രഹിച്ച് ഗുരു രചിച്ച കൃതിയാണ് ദർശനമാല. ഗുരു ചട്ടമ്പിസ്വാമികൾക്ക് സമർപ്പിച്ച കൃതിയാണ് നവമഞ്ജരി. ഈ 4 ഓപ്ഷനുകളും ശരിയാണ് എന്നാണ് ഉത്തരം. SNDP യോഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം സ്ഥാപിതമായത്. SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചത് കുമാരനാശാൻ ആണ്. യോഗത്തിന്റെ മുഖപത്രമായ വിവേകോദയം ആരംഭിച്ച വർഷം 1904 ഇതിൽ ഏതാണ് ശരിയായത് എന്നാണ് ചോദ്യം. 1, 2, 3 എന്നിവ ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. 1903 മെയ് 15 SNDP യോഗം സ്ഥാപിതമായത്. SNDP യോഗത്തിന്റെ ആദ്യ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചത് കുമാരനാശാൻ ആണ്. യോഗത്തിന്റെ മുഖപത്രമായ വിവേകോദയം ആരംഭിച്ച വർഷം 1904 ഡി ഓപ്ഷൻ ആണ് ശരി. 3 ശരിയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? രബീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചത് 1922 മഹാത്മാഗാന്ധി ശിവഗിരിയിൽ ഗുരുവിനെ സന്ദർശിച്ചത് 1925 മാർച്ച് 12 ശ്രീനാരായണ ഗുരു ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചത് 1926 ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ച് സർവമത സമ്മേളനം നടന്നത് 1924 ഉത്തരം ഓപ്ഷൻ 3 മാത്രമാണ്.
ആദ്യമായി ശ്രീലങ്ക സന്ദർശിച്ചത് 1918 1926 രണ്ടാമത്തെ ശ്രീലങ്കൻ സന്ദർശനമാണ് ഉണ്ടായത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗുരുവിന്റെ പ്രധാനപ്പെട്ട ദാർശനിക കൃതിയാണ് ആത്മോപദേശ ശതകം. ഗുരു സംസ്കൃതത്തിൽ രചിച്ച കൃതിയാണ് ദർശനമാല. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന വരികൾ ജാതി നിർണയം എന്ന കൃതിയിലേത്. ഇതിൽ ശരിയായത് ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. ഇവയെല്ലാം ശരിയാണ് എന്നാണ് ഉത്തരം. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഗുരുവിന്റെ പ്രധാനപ്പെട്ട ദാർശനിക കൃതിയാണ് ആത്മോപദേശ ശതകം. ഗുരു സംസ്കൃതത്തിൽ രചിച്ച കൃതിയാണ് ദർശനമാല. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന വരികൾ ജാതി നിർണയം എന്ന കൃതിയിലേത് തന്നെയാണ്. ഇവയെല്ലാം ശരിയാണ്. വിഗ്രഹ ആരാധനയിൽ ഗുരു വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക. 1922 മുരുക്കുംപുഴ ക്ഷേത്രത്തിൽ സത്യം ധർമ്മം ദയ സ്നേഹം എന്ന് രേഖപ്പെടുത്തിയ പ്രകാശമാണ് പ്രതിഷ്ഠിച്ചത്. 1927 കളവങ്കോട് ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. 1888 അരുവിപ്പുറത്ത് നടന്നത് ശിവപ്രതിഷ്ഠയാണ്. ഇതിൽ ഏതാണ് ശരി എന്നാണ് പ്രസ്താവന? ഇതിൽ 1, 2, 3 ശരിയാണ്. 1922 മുരുക്കുംപുഴ ക്ഷേത്രത്തിൽ സത്യം ധർമ്മം ദയ സ്നേഹം എന്ന് രേഖപ്പെടുത്തിയ പ്രകാശമാണ് പ്രതിഷ്ഠിച്ചത്. 1927 കളവങ്കോട് ക്ഷേത്രത്തിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. 1888 അരുവിപ്പുറത്ത് നടന്നത് ശിവപ്രതിഷ്ഠയാണ്. ഇവ 3 ശരിയാണ്. SNDP യോഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? SNDP യോഗത്തിന്റെ ആദ്യ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ ആണ്. യോഗത്തിന്റെ സ്ഥാപക സെക്രട്ടറി ഡോക്ടർ പൽപ്പു ആയിരുന്നു. 1903 SNDP യോഗം രജിസ്റ്റർ ചെയ്തത്. ഇവയിൽ SNDP യോഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിലെ തെറ്റ് ഏതാണ് എന്നാണ്. 3 മാത്രമാണ് തെറ്റ്. ആദ്യ സെക്രട്ടറി പൽപ്പു അല്ല, കുമാരനാശാൻ ആയിരുന്നു. SNDP യോഗത്തിന്റെ ആദ്യ അധ്യക്ഷൻ ശ്രീനാരായണ ഗുരുവാണ്. ആദ്യ ജനറൽ സെക്രട്ടറി കുമാരനാശാൻ ആണ്. SNDP 1903 രജിസ്റ്റർ ചെയ്തത്. ഇവ 3 ശരിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശങ്ങളെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 1. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശം ഗുരു അദ്വൈത ആശ്രമത്തിൽ വെച്ച് നൽകിയതാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന ആഹ്വാനം ഗുരു നടത്തിയത് 1924 ആണ്. മദ്യമാണ് വിഷം, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നത് ഗുരുവിന്റെ പ്രശസ്ത ഉപദേശമാണ്. ഇതിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതെല്ലാമാണ് എന്നാണ് ചോദ്യം. ഉത്തരം ഇവയെല്ലാം ശരിയാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന സന്ദേശം ഗുരു അദ്വൈത ആശ്രമത്തിൽ വെച്ച് നൽകിയതാണ്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന ആഹ്വാനം ഗുരു നടത്തിയത് 1924 ആണ്. മദ്യമാണ് വിഷം, വിഷം മദ്യമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്നത് ഗുരുവിന്റെ പ്രശസ്തമായ ഉപദേശമാണ്. ഇവയെല്ലാം ശരി തന്നെയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ശ്രീലങ്കൻ സന്ദർശനത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ? 1. ഗുരു 2 തവണ ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട്. ആദ്യ ശ്രീലങ്കൻ സന്ദർശനം 1918 ആയിരുന്നു. രണ്ടാമത്തെ സന്ദർശനം 1926 നടന്നു. ശ്രീലങ്കൻ സന്ദർശന വേളയിലാണ് ഗുരു കാവി വസ്ത്രം ധരിക്കാൻ ആരംഭിച്ചത്. ഇതിൽ ശരിയായ പ്രസ്താവനകൾ ഏത് എന്നാണ് ചോദ്യം. ഇവയെല്ലാം ശരി തന്നെയാണ്. ഗുരു 2 തവണ ശ്രീലങ്ക സന്ദർശിച്ചിട്ടുണ്ട്. ആദ്യ ശ്രീലങ്കൻ സന്ദർശനം 1918, രണ്ടാമത്തെ സന്ദർശനം 1926. ശ്രീലങ്കൻ സന്ദർശന വേളയിലാണ് ഗുരു കാവി വസ്ത്രം ധരിക്കാൻ ആരംഭിച്ചത്. ഇവ എല്ലാം ശരി തന്നെയാണ്. അരുവിപ്പുറം പ്രതിഷ്ഠയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? 1888 ശിവരാത്രി ദിനത്തിലാണ് ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. ഇത് അരുവിപ്പുറം വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. അരുവിപ്പുറം ക്ഷേത്ര യോഗമാണ് പിന്നീട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആയി രൂപാന്തരപ്പെട്ടത്.
അരുവിപ്പുറം പ്രതിഷ്ഠയെ എതിർത്തുകൊണ്ട് അവിടെ എത്തിയത് CP രാമസ്വാമി അയ്യർ ആണ്. ഇതിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഉത്തരം. 4 മാത്രമാണ് തെറ്റ്. ശരിയായത് 1888 ശിവരാത്രി ദിനത്തിലാണ് ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. അത് അരുവിപ്പുറം വിപ്ലവം എന്ന് അറിയപ്പെടുന്നു. അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് പിന്നീട് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ആയി രൂപാന്തരപ്പെട്ടത്. അരുവിപ്പുറം പ്രതിഷ്ഠയെ എതിർത്തുകൊണ്ട് അവിടെ എത്തിയത് CP രാമസ്വാമി അയ്യറാണ് എന്ന ഉത്തരം തെറ്റാണ്. അരുവിപ്പുറം പ്രതിഷ്ഠയെ എതിർത്തുകൊണ്ട് അവിടെ എത്തിയത് CP രാമസ്വാമി അയ്യർ അല്ല, നമ്പൂതിരിമാരായിരുന്നു. ആലുവ അദ്വൈത ആശ്രമത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1913 ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത്. അറിവാണ് ദൈവം എന്നത് ഈ ആശ്രമത്തിന്റെ പ്രധാന തത്വങ്ങളിൽ ഒന്നാണ്. 1924 ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനം നടന്നത് ഇവിടെ വെച്ചാണ്. 1913 ഗുരു ആലുവയിൽ അദ്വൈത ആശ്രമം സ്ഥാപിച്ചത്. അറിവാണ് ദൈവം എന്നത് ഈ ആശ്രമത്തിന്റെ പ്രധാന തത്വങ്ങളിൽ ഒന്നാണ്. 1924 ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സർവമത സമ്മേളനം നടന്നത് ആലുവ അദ്വൈത ആശ്രമത്തിൽ വെച്ചാണ്. ഈ 3 ഉത്തരങ്ങളും ശരി തന്നെയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? 1. നാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ നൽകിയ വിശേഷണം. ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച ലോകകവി രബീന്ദ്രനാഥ ടാഗോർ. യുഗപുരുഷൻ എന്നത് ഗുരുവിനെ കുറിച്ച് P. ഭാസ്കരൻ സംവിധാനം ചെയ്ത സിനിമ. ഇതിൽ ശരിയായ ജോഡികൾ ഏതാണ്? ഇതിലെ 3 ഉത്തരങ്ങളും ശരിയാണ്. നാരായണ ഗുരു എന്ന് ചട്ടമ്പിസ്വാമികളാണ് വിശേഷിപ്പിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച ലോകകവിയാണ് രബീന്ദ്രനാഥ ടാഗോർ. യുഗപുരുഷൻ എന്നത് ഗുരുവിനെ കുറിച്ച് P. ഭാസ്കരൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഈ 3 ഓപ്ഷനുകളും ശരിയാണ്.